ഇടവകയാണ് കേട്ടോ. സെയിൻറ്റ് തോമസ് അപ്പോസ്റ്റലൻസ് ചർച്ച്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഇടവക, സെയിൻറ്റ് തോമസ് അപ്പോസ്റ്റൽ ചർച്ച് സാന്തോ. ഓക്കെ, ഞാനെന്നും ദിവ്യബലിക്ക് വരുമ്പോഴേ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കണമെന്ന്. ഈ ഗ്രോട്ടോ കണ്ട, ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ടോമി പനക്കിലച്ഛനും ആഷ്ലിൻ അച്ഛനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഗ്രോട്ടോ ആണെന്ന്. പക്ഷേ കഴിഞ്ഞെടുക്ക് നമ്മുടെ വികാരിയച്ഛൻ ആൻ്റണി പുളിക്കലച്ഛൻ ഇത് റിനോവേറ്റ് ചെയ്തു. കണ്ടില്ലേ? എനിക്ക് ഇവിടുത്തെ ഗാർഡനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ദിവ്യബലിക്ക് വരുമ്പോൾ നമ്മുടെ വികാരിയച്ഛൻ അതിന് ഒരു വലിയ എന്താ പറയുക, സല്യൂട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മൈൻഡ് ഇതിനൊക്കെ സമയം കിട്ടുന്നത് കൊടുക്കുന്നതിനൊക്കെ. നോക്കി ഗാർഡനൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, നോക്കി ഈ ചെടികളൊക്കെ കണ്ട ക്രോപ്പ് ചെയ്ത്. എനിക്ക് വേറെ ഇടവകയിൽ നിന്ന് കുറച്ച് പേര് വന്നപ്പോൾ അവർ പറഞ്ഞു ഈ ഇടവകയിലെ ഗാർഡൻ എന്ത് ഭംഗിയാണെന്ന്. നോക്കിയേ, കണ്ടില്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഇടവക, വിശുദ്ധൻ തോമസ് ലീയ. ദേ, രണ്ട് വശത്തും ഇരുവശങ്ങളിലാണ് ഈ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? അതുപോലെ നമ്മുടെ കൊടിമരം. കൊടിമരം ഭയങ്കര ഉയരത്തിലാണ് കേട്ടോ. ഓക്കെ, നിറച്ചും ബോഗൻ വില്ലാസാണ്. എനിക്കൊന്ന് അച്ഛന് ഇഷ്ടം ബോഗൻ വില്ലാസാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടാണ് ഈ ഗാർഡൻ വെച്ചിരിക്കുന്നത്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? വീണ്ടും ചുറ്റും നോക്കി ക്രോപ്പ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. ബോഗൻ വില്ലാസം നിറച്ചു. കണ്ടില്ലേ? അറിയില്ല, ഞങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇടവക്കാരെല്ലാവരും ലൈക്ക് ചെയ്യണം. ബിക്കോസ് ഇത് നമ്മുടെ വികാരിയച്ഛൻ്റെ എഫേർട്ടാണ് കേട്ടോ. ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ഇടവകൻ്റെ മുൻവശം ഒരുക്കിയേക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതുകൊണ്ട്. ഓക്കെ.